എല്ലാവർക്കും നമസ്കാരം. അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ അലീനയുടെ റൂമിൽ ഹരി വന്നു പോയതിന് ശേഷം വൈജയന്തിക്കാണെങ്കിൽ നല്ല ഡൗട്ട് അടിക്കുക. എന്തോ ചില കള്ളത്തരങ്ങൾ ഹരിയുടെ ഉള്ളിലുണ്ട്. എന്തായാലും ഇവള് താൻ കരുതുന്നത് പോലെയുള്ളൊരു പെണ്ണല്ല എന്ന് അവർക്ക് മനസ്സിലാകുക. അമ്മ കൂടെ പറഞ്ഞല്ലോ, എന്നായാലും ഇനിയിപ്പം തൻ്റെ ആൺമക്കളും അതുപോലെ ഇവളെ കണ്ട് മയങ്ങാതിരുന്നാൽ മതിയെന്നൊക്കെ വൈജയന്തി ആലോചിക്കുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ അലീനയുടെ റൂമിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുന്ന ഹരിയാണെങ്കിലോ വേഗം തന്നെ അവൻ്റെ അടുത്തേക്ക് ദീപകിൻ്റെ അടുത്തേക്ക് ചെല്ലുക. എന്നിട്ട് അവനോട് പറഞ്ഞു, അതേ ഞാൻ പോയി അവളെ കാണുകയും ചെയ്തു, എൻ്റെ കയ്യിൽ ഞാൻ കരുതിയിരുന്ന സമ്മാനം കൊടുക്കുകയും ചെയ്തു. ഇതൊക്കെ ഉള്ളതാണോ സത്യമായിട്ടും? എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതേന്നേ, ഞാൻ ആ സമ്മാനം കൊടുത്തു. ഇനി ഞാൻ ഒന്നുകൂടെ പോകുന്നുണ്ട്. എല്ലാവരും ഉറങ്ങിയതിന് ശേഷം അവള് വാതിൽ തുറന്നു തരാന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ. ദേ, എല്ലാവരും കുറച്ച് സമയം കഴിയുമ്പോൾ ഉറങ്ങും. പ്രത്യേകിച്ച് എൻ്റെ പൊന്നേ, നിന്റെ അമ്മ, അവർക്കാണെങ്കിൽ ഉറക്കമൊന്നുമില്ലേ? അവര് ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് ആ റൂമിന്റെ വെളിയിലേക്ക് വന്നതും ഒക്കെ ഞാൻ കണ്ടതാ. എന്തായാലും അവര് ഇനി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ, എൻ്റെ ഈ വീട്ടിലുള്ള ഇങ്ങനെയുള്ള ഈ വരവ് അവസാനിക്കുമല്ലോ എന്ന് അവനിങ്ങനെ നമ്മുടെ ദീപകിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം തന്നെ ദീപക് പറയുന്നുണ്ട്, അതൊന്നും പ്രശ്നമില്ല, അമ്മ കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങും. പിന്നെ നീ ഇന്ന് പോയി അലീനയെ കാണുമെന്ന് പറഞ്ഞത് സത്യം തന്നെയാണോ? എനിക്കിപ്പോഴും അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എടാ മരം മണ്ട, എത്ര പറഞ്ഞാലും നിനക്ക് എന്താ ഇതൊന്നും തലേ കയറാത്തത്? പെൺപിള്ളേരെയൊക്കെ വളക്കാനേ ഒരു ചെറിയ നാക്കുണ്ട്. എന്തായാലും ഞാൻ നിനക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരാം. ദേ, ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് പോലെ വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ അവൾക്ക് സമ്മാനിച്ചാൽ മതി. അതോടുകൂടി എല്ലാ പ്രശ്നവും അവസാനിക്കുമെന്നൊക്കെ ഹരി പറയുക. അങ്ങനെ ആ ഒരു സീൻ കഴിഞ്ഞതും പിന്നീട് നമ്മളെ കാണിക്കുന്നത് അലീനയും മുത്തശ്ശിയും ഒക്കെ നല്ല ഉറക്കുക. ഈ സമയമാണെങ്കിൽ അലീനയുടെ ഡോറിന് വെളിയിൽ വന്നു നിന്ന് നമ്മുടെ ഹരിയാണെങ്കിൽ മുട്ടിക്കൊണ്ട് നിൽക്കുക. അപ്പോഴത്തേക്കിനും അലീനയ്ക്ക് മനസ്സിലായി പുറത്താരാണെന്നുള്ളത്. അച്ഛമ്മ പറഞ്ഞതനുസരിച്ച് തന്നെ അവള് റൂം ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹരി എത്ര തട്ടി വിളിച്ചിട്ടും നമ്മുടെ അലീന കഥക് തുറക്കാണ്ടിരിക്കുക. അവനാണെങ്കിൽ ദൈവമേ, ഇനിയിപ്പം ആ ദീപകിന്റെ അടുത്ത് എന്തു പറയും? അവൻ ഇതൊക്കെ എന്തൊക്കെയോ നടന്ന മട്ടിലാണല്ലോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ആ രീതിയിലാണല്ലോ താൻ അവനെ ഇങ്ങനെ പറഞ്ഞു ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹരി കുറച്ച് സമയം അവിടെയൊക്കെ വട്ടം തിരിഞ്ഞതിന് ശേഷം വീണ്ടും റൂമിലേക്ക് ചെല്ലുക. എന്നിട്ട് നമ്മുടെ ഹരിയാണെങ്കിലോ ഉള്ള പുളുക്കഥകൾ മുഴുവൻ പറഞ്ഞു കൊടുത്ത് പാവം ദീപകിനെ കൂടി വഴിതെറ്റിക്കുന്ന അവസ്ഥയിലായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം ആയപ്പോഴാണെങ്കിലോ ഹരി പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ദീപകിന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുക. റൂം അടിച്ചു വാരാൻ വേണ്ടി വന്നിരിക്കുന്ന നമ്മുടെ അലീനയുടെ അടുത്തേക്ക് ദീപക് ചെല്ലുന്നു. അതിനുശേഷമാണെങ്കിലോ അലീന പറയുന്നുണ്ട്, എന്താ ദീപക്, നിനക്ക് എന്തെങ്കിലും എന്നോട് സംസാരിക്കാനുണ്ടോ? അതെ, എനിക്ക് നിങ്ങളോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഞാൻ ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കാനും പറയാനും ഒക്കെ ഇരിക്കുമായിരുന്നു. എന്താ നിനക്ക് ചോദിക്കാനുള്ളത്? അല്ല അലീനയ്ക്ക് എന്നെ ഇഷ്ടപ്പെട്ടോ? അത് കേൾക്കുന്ന സമയം തന്നെ അലീന പറയുന്നുണ്ട്, പിന്നെ എനിക്കിഷ്ടമാണ്. എൻ്റെ ഒരു അനുജനെ പോലെ തന്നെ നിന്നെ എനിക്ക് വലിയ ഇഷ്ടമാണെന്ന്. ഇത് കേട്ടപ്പോഴത്തേക്കിനും അനുജനെ പോലെയോ? അതിന് നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ലല്ലോ. പക്ഷെ അലീനയ്ക്ക് അറിയാലോ, അലീനയുടെ സ്വന്തം കൂടപ്പുറപ്പ് തന്നെയാണ് ഈ നിൽക്കുന്ന ദീപക്. അതുകൊണ്ട് അലീന ആ റൂമൊക്കെ അടിച്ചു വാരിക്കൊണ്ട് നിൽക്കുമ്പം, അതെ ഹരി ഇന്നലെ വന്നിട്ട് നിങ്ങൾ തമ്മിൽ എന്താ സംസാരിച്ചത്? ഇത് കേട്ടതും അലീനയാണെങ്കിലോ അവൾക്ക് മനസ്സിലായി ഇവനും എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ടെന്ന്. അങ്ങനെ അവളുടെ അടുത്തേക്ക് നമ്മുടെ ദീപക് അടുത്ത് ചെന്നിട്ട് അലീനയുടെ കയ്യിൽ കയറി പിടിക്കുക. ഈ സമയമാണെങ്കിൽ അലീന പറയുന്നുണ്ട്, മര്യാദയ്ക്ക് എൻ്റെ കൈ വിടുന്നതായിരിക്കും നിനക്ക് നല്ലത്. എന്നെ നീ ഒരു ചേച്ചിയെ പോലെ തന്നെ കണ്ടാൽ മതി. ഇല്ലെങ്കിലോ നീ എന്ത് ചെയ്യുമെന്ന് അലീനയോട് തിരിച്ച് നമ്മുടെ ദീപക് ചോദിച്ചതും ശരിക്കു പറഞ്ഞ അലീനയ്ക്ക് ദേഷ്യം വരിക. ആ ചെറുക്കനെ അങ്ങ് തട്ടി മാറ്റിയിട്ട് അവളങ്ങ് നടന്നു പോകുമ്പോൾ, എടി നീ വലിയ ഷോ ഒന്നും കാണിക്കണ്ട. ഇന്നലെ ഹരിയേട്ടൻ വന്നതും ഹരിയേട്ടന് റൂം തുറന്നു കൊടുത്ത കാര്യങ്ങളും ഒക്കെ ഹരിയേട്ടൻ നിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. എന്നിട്ട് നീ നല്ല പുള്ള ചമഞ്ഞ് നിൽക്കുകയാണല്ലേ? ഹരിയേട്ടൻ തന്ന സ്വർണ്ണമോതിരം എടുത്തിട്ട് എടി നിനക്കൊക്കെ ഉളുപ്പുണ്ടോ എന്ന് ചോദിച്ച സമയം ശരിക്കും നമ്മുടെ അലീനയുടെ സകല നിയന്ത്രണവും വിടുക. ഇത്രയും നേരം ഒരനിയനെ പോലെ ഞാൻ നിന്നോട് സംസാരിച്ചു. ഇനിയും നീ എൻ്റെ മെക്കിട്ട് കയറുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ രീതിയിലായിരിക്കില്ല കേട്ടോ പ്രതികരിക്കുന്നത്. എപ്പോഴെങ്കിലും ഒരു വാക്ക് കൊണ്ടോ നോട്ടം കൊണ്ടോ ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് മോശമായ രീതിയിൽ പെരുമാറിയിട്ടുണ്ടോ എന്ന് അലീന ചോദിച്ചതും ദീപക്കാണെങ്കിലും
ഒന്നും മിണ്ടാനില്ലാത്ത അവസ്ഥയിൽ അങ്ങനെ നിൽക്കുക. ശരിക്കും അവന് തെറ്റുപറ്റിയതാണെന്നുള്ള കാര്യം അവന് മനസ്സിലായി. അങ്ങനെ ഇതൊക്കെയാണ് നാളത്തെ ആ ഒരു പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നത്. എന്തായാലും ആ ബെഡായി ഹരിയുടെ കൂടെ കൂടി ദീപക് വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള മറുമരുന്ന് അലീനയും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നാളെ എന്തായാലും രാവിലെ ഡീറ്റെയിൽ പ്രമോ വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുകയാണ്. താങ്ക്